ഹായ് എവരിവൺ, ഏവർക്കും ട്രാപ്റ്റഡ് മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 23 ഫെബ്രുവരി 2023. നാളെ ഫ്രൈഡേ ആണ്. ഇന്ന് എക്സ്പയറി ഡേ ആയിരുന്നു. എക്സ്പയറി ഡേ എന്ന് പറഞ്ഞ എല്ലാവരും ഭയങ്കര ഹൈപ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. ബട്ട് മാർക്കറ്റ് ശ്രദ്ധിക്കുക, എക്സ്പയറി ഡേയ്സിൽ എന്താണ് മാർക്കറ്റ് സംഭവിക്കുന്നത്? നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. മാർക്കറ്റ് ഒരു ഓപ്പണിംഗ് നിന്ന് താഴ്ത്തു വന്നു, സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു, അതിനുശേഷം ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. അവർ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം റീറ്റെയിലേഴ്സിൻ്റെ പൈസ എല്ലാം ഈ ഏരിയയിൽ സീറോ ആയി പോകാനാണ് സാധ്യത. എല്ലാവരും സീറോ ടു ഹീറോ ജാക്ക് പോട്ട് സ്ട്രാറ്റജി എല്ലാം വെച്ച് യൂട്യൂബിൽ ലൈവും കണ്ടുവന്ന് നിൽക്കുന്ന ട്രേഡ് എടുക്കുന്ന നമ്മുടെ പാവപ്പെട്ട സുഹൃത്തുക്കൾക്ക് മനസ്സിലാവുന്നില്ല. ഇത് വർഷത്തിൽ അല്ലെ മാസങ്ങൾ കൂടുമ്പോൾ ഒരു വട്ടം മാത്രമേ ഈ സ്ട്രാറ്റജിയൊക്കെ വർക്കാവുള്ളൂ. ഓക്കെ, നിങ്ങൾ അതിൻ്റെ ഒന്നും പുറകെ പോകാതെ ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ് ആകാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ട്രേഡ് ചെയ്യാതിരിക്കുക. ഇതേപോലുള്ള എക്സ്പയറി സ്ട്രാറ്റജീസ് അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ മാർക്കറ്റ് മനസ്സിലാക്കുക. അത് എക്സ്പയറി ആയാലും നോർമൽ ഡേയ്സ് ആയാലും നിങ്ങൾ നോർമൽ ഡേയ്സ് ട്രേഡ് ചെയ്യുന്ന പോലെ ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമുക്കൊരു മാർക്കറ്റിൻ്റെ ബിഹേവ് നോക്കുക. മാർക്കറ്റ് ഒരു ലൈറ്റ് ഗ്യാപ്പ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം കണ്ടിന്യൂ താഴത്തോട്ട് വന്നു. ഓക്കെ, ഈ കണ്ടിന്യൂ താഴത്ത് വന്നത് ശ്രദ്ധിച്ചോ? വലിയ ക്യാൻഡിൽസ് ആണ് ഈ വന്ന ക്യാൻഡിൽസ്, ഓപ്പറേറ്റേഴ്സ് ക്യാൻഡിൽസ്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എന്താ ചെയ്തത്? പ്രീവിയസ് ഡേ ക്ലോസ് പ്ലസ് പ്രീവിയസ് ഡേ ലോ. ഇതായിരുന്നു പ്രീവിയസ് ഡേ ലോ. ഈ പ്രീവിയസ് ഡേ ലോയ്ക്ക് ശേഷം ഈ പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ആയതും കണ്ടിന്യൂ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിൽ വന്ന സെല്ലേഴ്സിന് പെട്ടെന്നൊരു വി ഷേപ്പ് റിക്കവറിയിലാണ് റിമൂവ് ചെയ്ത് ഈ ഏരിയയിൽ വന്ന സെല്ലേഴ്സിനെ മാർക്കറ്റ് ഔട്ട് ചെയ്ത്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് മാർക്കറ്റ് കണ്ടിന്യൂ താഴത്തോട്ട് തന്നെയാണ് പോകുന്നത്. ഫോളിംഗ് ആണ്. ഓക്കെ, താഴത്തോട്ട് വീണുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുക, ബസ്സിൽ ചാടി കയറുന്ന അവസ്ഥയാണ്. നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ്. അതിനകത്ത് ചാടി കയറിയുള്ള അവസ്ഥ എന്താവും? തലകുത്തി താഴ്ത്തി വീഴും. ഇതാണ് ഇപ്പോൾ റീറ്റെയിലേഴ്സ് സംഭവിക്കുന്നത്. മാർക്കറ്റ് ഫോളിംഗ് ആണ്, കണ്ടിന്യൂ ഫോളിംഗ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഏരിയയിൽ ഓപ്പറേറ്റേഴ്സ് എവിടെ എൻട്രി എടുത്തു? അവർ ഏറ്റവും ടോപ്പിൽ നിന്ന് എൻട്രി എടുത്തു. അവരിവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുമ്പോൾ ഇവിടെ റീറ്റെയിലേഴ്സ് അറിയാമല്ലാതെ റീറ്റെയിലേഴ്സ് ചാടിക്കയറി അവരുടെ എസ് എൽ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ചാടിക്കയറി 1-2 വട്ടം എന്താ പറയുക, ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു ലെക്ക് എന്നുള്ള പേരിൽ 1-2 വട്ടം നിങ്ങൾക്ക് ട്രേഡ് കിട്ടി, അതിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കിയെന്ന് വെച്ച് എപ്പോഴും ഒരു ലെക്കിൻ്റെ പുറകെ പോകാതെ ഹാർഡ് വർക്ക് ചെയ്ത് സ്വന്തം ഇൻഡിവിജ്വലായി ഒരു ട്രേഡർ ആകാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. മാർക്കറ്റിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. മാർക്കറ്റ് ഇതേപോലെയുള്ള മാസങ്ങളോ വർഷങ്ങളോ കൂടുമ്പോൾ 1-2 പ്രാവശ്യം മാത്രമേ കാണിക്കുകയുള്ളൂ. ബാക്കി എന്താ പറയുക, 70-80% ഓഫ് മാർക്കറ്റ് എപ്പോഴും കൺസോൾട്ടേഷൻ പ്ലസ് മാർക്കറ്റിനെ ട്രാപ്പ് ചെയ്താണ് പോകുന്നത്. അത് പഠിച്ചെടുക്കാൻ നോക്കുക. 10-ൽ 2 വട്ടം വർക്കാവുന്ന ട്രേഡിൻ്റെ പുറകെ പോകാതെ 10-ൽ 8 പ്രാവശ്യങ്ങളും 7-8 പ്രാവശ്യം വർക്കാവുന്നതിൻ്റെ ട്രേഡ്സിൻ്റെ പുറകെ പോകാൻ ശ്രമിക്കുക. അത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, മാർക്കറ്റ് എന്താ ചെയ്ത്? പ്രീവിയസ് ഡേ ലോയ്ക്ക് താഴെ വന്ന സെല്ലേഴ്സിനെ ഔട്ട് ചെയ്തു. പെട്ടെന്നുള്ളൊരു ഔട്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു മൊമെൻറ്റം കണ്ടോ? ഇതായിരുന്നു ആദ്യത്തെ ഹൈ. ഈ ഒരു ഹൈ കണ്ടില്ല, ഫസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക്. അതായത് ഈ ഒരു വലിയൊരു ക്യാൻഡിൽ അതിനെ എൻഗൾഫ് ചെയ്തു. എൻഗൾഫിങ്, ഇതൊരു വലിയൊരു വേർഡാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ തന്നെ പറയും എൻഗൾഫിങ്. ഇത് എന്താടാ സാധനം എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവൻ വിചാരിക്കും എൻഗൾഫ് ചെയ്ത്. അവൻ പറയുന്ന വേറൊരു യൂട്യൂബ് ചാനൽ പറയാം, ഇത് എൻഗൾഫ് ചെയ്തിട്ടുണ്ട്, ഇനി ഇവിടുന്ന് കുടുംബം വിറ്റാണെങ്കിലും നിങ്ങൾ ഇവിടുന്ന് ബൈ ചെയ്തോ, പ്രശ്നമില്ല. ഇന്നലെ ഒരു യൂട്യൂബ് ചാനൽ, ഒരു മലയാളത്തിൽ തന്നെ ഒരു പ്രമുഖനായ ഒരു ചാനലിൽ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിയാണ് ഇതൊരു കണ്ടിന്യൂ. അദ്ദേഹം ചെറിയ ടൈം ഫ്രെയിമിൽ ആ സമയത്ത് കാണിച്ചത്. അതിനുശേഷം കണ്ടിന്യൂ ബ്രേക്കൗട്ട് ഈ ഒരു ക്യാൻഡിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതായത് 10:30 ക്യാൻഡിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടുന്ന് ഇനി മാർക്കറ്റ് മുകളിലോട്ടോ പോകാനാണ് സാധ്യത, നിങ്ങൾ ആവശ്യം എടുക്കേണ്ടവരൊക്കെ എടുക്കുക ഇവിടുന്ന്. അതിനുശേഷം മാർക്കറ്റ് എന്താ സംഭവിച്ചത്? കണ്ടിന്യൂ താഴത്തോട്ട് വന്ന് ഈ ബ്രേക്കൗട്ടിൽ കയറിയ ബയേഴ്സിനെ താഴത്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇതേപോലെയുള്ള യൂട്യൂബ് ചാനൽ വീഡിയോസിൻ്റെ ലൈവ് വീഡിയോസിൻ്റെ പുറകെ പോയി നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുത്താതെ, മാർക്കറ്റിൽ ഓപ്പറേറ്റേഴ്സിനും പൈസ കൊടുക്കാതെ ഓപ്പറേറ്റേഴ്സിനെ പോലെ ചിന്തിക്കാൻ ശ്രമിക്കുക. ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ് ആകാൻ ശ്രമിക്കുക. അതിനായി നമ്മുടെ ചാനലിനകത്ത് മാക്സിമം വീഡിയോസ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ നിങ്ങളെ ആരെയും എൻ്റെ സ്ട്രാറ്റജീസ്, എൻ്റെ സ്പെഷ്യൽ സ്ട്രാറ്റജി, എൻ്റെ സ്പെഷ്യൽ കോഴ്സ്, എൻ്റെ സ്പെഷ്യൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി, എൻ്റെ സ്പെഷ്യൽ ടെലിഗ്രാം ടിപ്സ് അങ്ങനെ ഒന്നും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല വീഡിയോസ്, എൻ്റെ ട്രേഡിംഗ് എക്സ്പീരിയൻസിൽ എനിക്കുണ്ടായ പല എക്സ്പീരിയൻസും, അത് എനിക്ക് ഉണ്ടായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന ഒരു കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. ബട്ട് പൈസ എന്ന് പറയുന്ന സാധനം, ആ ക്യാപിറ്റൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ സർവേ ചെയ്യാൻ പറ്റത്തില്ല. മാർക്കറ്റിൽ സർവേ ചെയ്ത് നിൽക്കുന്നവർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഓക്കെ, ബി പേഷ്യൻറ്റ്.
സ്മാർട്ടായിട്ടുള്ള റീറ്റെയിലർ പോലെ ചിന്തിക്കുക, ഓപ്പറേറ്റേഴ്സ് പോലെ ചിന്തിച്ച് ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പം ഈ ഏരിയയിൽ ഡേ ഹൈയിൽ ബ്രേക്കൗട്ടിൽ വന്ന ഈ കണ്ടോ ബ്രേക്കൗട്ട് കണ്ടിന്യൂ ബ്രേക്കൗട്ട് തരികയാണ് ഈ ഏരിയയിൽ. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിൽ നിറയെ ബയേഴ്സിന് ഇൻവൈറ്റ് ചെയ്ത് താഴ്ത്തു വന്നു. ഈ ഏരിയയിൽ ഫുൾ ബയേഴ്സിന് ഔട്ട് ചെയ്തില്ല, ബട്ട് ഈ ബ്രേക്കൗട്ടിൽ കയറി ബയേഴ്സിന് ഔട്ട് ചെയ്ത് ഇത്ര ഇനഫാണ്. എത്ര പോയിൻ്റാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ ഏരിയയിൽ നിന്ന് ഇതുവരെ നിയർലി 300 പോയിന്റ്. എക്സ്പയറി ഡേ ആരെങ്കിലും 300 പോയിന്റ് വെച്ചോണ്ടിരിക്കും. 300 പോയിന്റ് മീൻസ് അയാളുടെ ക്യാപിറ്റൽ തന്നെ വൈപ്പായി കാണും. ഈ ഒരു മൊമെൻറ്റത്തിൽ ക്യാപിറ്റൽ തന്നെ വൈപ്പായിട്ടുണ്ടാവും. സോ ആ പേടിച്ച് മാക്സിമം റീറ്റെയിലേഴ്സ് അവിടെ എക്സിറ്റ് ആയി പോകും. ഓക്കെ, അതിനുശേഷം നമ്മൾക്ക് ഇവിടെ ഇന്നൊരു എൻട്രി എടുക്കാൻ പറ്റുമായിരുന്നെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് കണ്ടിന്യൂ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു, തിരിച്ച് ആ സോണിൽ നിന്ന് തിരിച്ച് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു, എക്സാക്റ്റ് ആ സോണിൽ പോയി പിന്നെയും ബയ്യേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. മാക്സിമം നിറയെ സെല്ലേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ബ്രേക്കൗട്ട് ഇവിടെ ഈ ഒരു സോണിൽ ബയ്യേഴ്സ് കയറി, ഈ ഒരു സോണിൽ ബയ്യേഴ്സ് കയറി അവരെ മാർക്കറ്റ് ഔട്ട് ചെയ്തു. എന്തുകൊണ്ട് ബയ്യേഴ്സ് കയറി? എപ്പോഴും ഞാൻ പറയാത്ത വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു ചാർട്ട് പാറ്റേൺ ഇതിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ചാർട്ട് പാറ്റേൺ കണ്ട നിറയെ റീറ്റെയിലേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ. ഓക്കെ, ഈ ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ കണ്ട് ഈ ഏരിയയിൽ എൻ്റെ നെക്ക് ലൈൻ ഇതാണ്. ഓക്കെ, ഇത് അതിൻ്റെ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂ മേളിലോട്ട് പുഷിങ് ബ്രേക്കൗട്ട് ചെയ്യും. ഇനി മേലിലോട്ട് പോകും, ഇനി മേലിലോട്ട് പറക്കും. 0 to 0 സ്ട്രാറ്റജി 10 രൂപ പ്രീമിയം ഉള്ള ലോട്ട് വാങ്ങിക്കോ, 20,000 ക്വാണ്ടിറ്റി. ഇതാണ് ആൾക്കാർ പറയുന്നത്. 10 രൂപ പ്രീമിയം ഉള്ള, 5 രൂപ പ്രീമിയം ഉള്ളത് വാങ്ങിക്കോ, 20,000 ക്വാണ്ടിറ്റി 50,000 ക്വാണ്ടിറ്റി വാങ്ങിയിട്ടോ അത് പൊക്കോ. ഇതിൻ്റെയൊക്കെ എമൗണ്ട് എത്രയാണ്? 20,000 ക്വാണ്ടിറ്റി 10 രൂപയായി തന്നെ നിങ്ങൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് എന്താ സംഭവിച്ചത്? കണ്ടിന്യൂ താഴത്തോട്ട് വന്നു. എക്സ്പയറി ഡേയും കൂടി പ്രീമിയം DK ആയി 0 ആകാനുള്ളതാണത്. OTM വാങ്ങി നിങ്ങൾ മണ്ടന്മാരാകാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് കണ്ടിന്യൂ വന്ന് ഈ ബയ്യേഴ്സിനെ ഔട്ട് ചെയ്യാൻ ചെയ്തത്. ഓക്കെ, അതിനനുസരിച്ച് തന്നെ കറക്റ്റ് ഒരു ട്രെൻഡ് നാളത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ട്രെൻഡ് ലൈനിൽ ഒരു സപ്പോർട്ട്, ഇവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് പിന്നെ സപ്പോർട്ട്, ഇവിടെ വന്ന് ടച്ച് ചെയ്തതും പിന്നെ സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. പ്ലസ് ഈ ഒരു സോൺ കണ്ടോ, ഈ ഒരു സോൺ ഞാൻ മാർക്ക് ചെയ്താൽ ഞാൻ ഒന്നുകൂടി കളർ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഓക്കെ, ഈ റെഡ് കണ്ടോ, മാർക്കറ്റ് എക്സാക്റ്റ് ഈ സോണിൽ നിന്ന് കണ്ടിന്യൂ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. ഇവിടുന്ന് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. ഓക്കെ, ഇവിടുന്ന് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. മാർക്കറ്റ് എക്സാക്റ്റ് ഇവിടെ ടച്ച് ചെയ്തു. മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഇവിടെയാണ്. ഓക്കെ, സെല്ലേഴ്സിനെ ഈ സോണിൽ ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനൊപ്പം തന്നെ ഒരു ചാർട്ട് പാറ്റേൺ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഏരിയയിൽ. പോൾ ആൻഡ് ഫ്ലാഗ് എന്നോ എന്തുവേണമെങ്കിലും നമുക്ക് പറയാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് പോൾ ആൻഡ് ഫ്ലാഗ് എന്ന്. ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ഇതിനെ കണക്ട് ചെയ്യണമെങ്കിൽ ഇത് എന്ത് ചാർട്ട് പാറ്റേൺ ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്കൊരു മാർക്കറ്റ് ഒരു പോള് അതിനുശേഷം വന്ന് ഒരു പോള് പോലെ തോന്നി. അതിനുശേഷം വന്ന് മാർക്കറ്റ് ഈ ഏരിയയിൽ കൺസോൾഡേറ്റ് ചെയ്ത് ബ്രേക്കൗട്ട് തന്ന് അവിടെ ട്രാപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ട്രാപ്പിംഗ് ട്രെൻഡിനകത്ത് ഞാൻ പറയുന്നത് മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈൻസ് ബ്രേക്കൗട്ട് ആകുമ്പോൾ, ഓക്കെ, ഈ സോൺ മൾട്ടിപ്പിൾ ടൈം സോൺ കണ്ടോ, റെസിസ്റ്റൻസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുന്ന് ഇത്രയും സെല്ലേഴ്സ്, ഇവിടുന്ന് ആ സെല്ലേഴ്സ് കുറഞ്ഞു. ഇവിടുന്ന് നേരെ താഴത്തോട്ടാണ് വന്നത്. പിന്നെ ഇവിടുന്ന് കുറച്ചും താഴ്ത്തു വന്നു. അതിനുശേഷം കൺസോൾട്ടേറ്റ് ചെയ്ത് താഴ്ത്തു വന്നു. പിന്നെ ഈ ഏരിയയിൽ നിന്ന് കുറച്ച് സ്ട്രെങ്ത് കുറഞ്ഞു. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നിങ്ങൾ? സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം. ഈ സോൺ കണ്ടിന്യൂ താഴത്തെ സെല്ലേഴ്സ്, ഇത്രയും സെല്ലേഴ്സ്. അതിനുശേഷം ഇവിടുന്ന് ഇത്രയും വന്ന് പിന്നെ അതൊന്ന് ചരിഞ്ഞ് ഇത്രയും സെല്ലേഴ്സ്. അതിനുശേഷം എക്സാക്റ്റ് ഇവിടുന്ന് ചെറിയ സെല്ലേഴ്സ്, ഇവിടുന്ന് ഇത്രയും ചെറിയ സെല്ലേഴ്സ്, ഇവിടുന്ന് ഇത്രയും ചെറിയ സെല്ലേഴ്സ്, ഇത്രയാണ് നിൽക്കുന്നത്. സോ സെല്ലറുടെ സ്ട്രെങ്ത് ഈ ഏരിയയിൽ ഒന്ന് കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പ്ലസ് ഒരു പോൾ ആൻഡ് ഫ്ലാഗ് പാറ്റേൺ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒന്നുകൂടി വരച്ച് ക്ലിയർ ചെയ്ത് തരാൻ നിങ്ങൾക്ക് ഇതുണ്ട്. പോൾ ആൻഡ് ഫ്ലാഗ്, ഇതിനകത്താണ് മാർക്കറ്റ് നിൽക്കുന്ന ഈ ഏരിയയിൽ കൺസോൾട്ടേഷൻ നടക്കുകയാണ്. സോ ഈ പോൾ ആൻഡ് ഫ്ലാഗിൻ്റെ ബ്രേക്കൗട്ട് ഈ താഴത്തോട്ടാണ് തരുന്നതെങ്കിൽ സെല്ലേഴ്സ് മേ ബി ഇവിടെ ട്രാപ്പ് ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതിന് കാരണം ഓപ്പറേറ്റേഴ്സിൻ്റെ എൻട്രി, അവർ ഏറ്റവും ടോപ്പിൽ നിന്നാണ് എൻട്രി എടുത്തത് ഇവിടെയാണ്. ഓക്കെ, ഇവിടെ നിന്ന് എൻട്രി എടുത്ത് കണ്ടിന്യൂ മാർക്കറ്റിനെ താഴത്ത് കൊണ്ടുവന്നു. സെല്ലേഴ്സ് അവിടെ എവിടെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി നടത്തുന്നു, ഇവിടെ ബൈയിങ്ങിന് ഓപ്പർച്യൂണിറ്റി നോക്കി ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ കണ്ട് ഇവിടെ ബൈയിങ്ങിന് ഓപ്പർച്യൂണിറ്റി നടത്തി കണ്ടു.
മാർക്കറ്റ് കണ്ടിന്യൂ താഴത്ത് വന്നു. പക്ഷേ റീറ്റെയിലേഴ്സ് മനസ്സിലാക്കി ഇനി മാർക്കറ്റ് താഴത്തോട്ട് പോകാൻ ആണ് ഭാവമെന്ന് റീറ്റെയിലേഴ്സിനെ എവിടെ ചിന്തിക്കുന്നു അവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി തുടങ്ങും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. മാർക്കറ്റ് റീറ്റെയിലർ എവിടെ ബൈ ചെയ്യാൻ തീരുമാനിക്കുന്നു അവിടെ മാർക്കറ്റ് താഴത്തോട്ട് പോവുകയും റീറ്റെയിലർ എവിടെ സെല് ചെയ്യാൻ തീരുമാനിക്കുന്നു അതിന് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയും ചെയ്യും. സോ ഇത്രയും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു സോണിൻ്റെ സ്ട്രെങ്ത് എത്രയാണെന്ന് നോക്കാം, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മാർക്കറ്റ് ഇത് എങ്ങനെയാണ് പാസ്റ്റിൽ, അതായത് കഴിഞ്ഞ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ സോൺ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തതെന്നും കൂടി നോക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കഴിഞ്ഞ മാസം ഈ ഏരിയയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതെ, ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിൽ നമുക്കതിന് മുന്നേ ബാക്ക് ടെസ്റ്റ് ചെയ്ത് എവിടെ നിന്നാണ് സ്റ്റാർട്ടായത് നോക്കാം സോൺ. ഓക്കെ, ഞാൻ വരച്ചത് എങ്ങനെയാണ് സോൺ മാർക്ക് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് സോൺ മാർക്ക് ചെയ്തതെന്ന്. ഓക്കെ, ഞാൻ കണ്ടു ഈ ഒരു സപ്പോർട്ട് കണ്ടോ, ഈ ഒരു സപ്പോർട്ട് ടു ഈ ഒരു സപ്പോർട്ടിനെ ഞാൻ രണ്ടിനെ കണക്ട് ചെയ്തൊരു സോൺ മാർക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എന്താ സംഭവിച്ചത്, ഇവിടുന്ന് കണ്ടിന്യൂ മേലോട്ട് പോയി. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്തതും കണ്ടിന്യൂ മേലോട്ട് പോയി. ഓക്കെ, കണ്ടോ മാർക്കറ്റ്, അതിനുശേഷം മാർക്കറ്റ് ഇവിടെ വന്നു ഈ സോണിനെ ബ്രേക്ക് ചെയ്തത് മേലോട്ട് പോയി. ഓക്കെ, ഈ സോൺ ബ്രേക്ക് ചെയ്തത് മേലോട്ട് പോയി. അതിനുശേഷം കണ്ടിന്യൂ ഏരിയയിൽ സപ്പോർട്ട് ഇവിടുന്ന് സപ്പോർട്ട് കണ്ടിന്യൂ മാർക്കറ്റ് മേലോട്ട്. അതിനുശേഷം ഇപ്പോഴാണ് മാർക്കറ്റ് ആ ഒരു സോണിൽ വരുന്നത്. ആ സോണിൽ വന്നതിന് ശേഷം മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതൊന്ന് നമുക്കൊന്ന് നോക്കാം. മാർക്കറ്റിനൊരു മൂവ്മെൻറ്റും തരുന്നതിന് മുന്നേ വീക്കായിട്ടുള്ള ബയ്യർ ആയാലും വീക്കായിട്ടുള്ള സെല്ലർ ആയാലും അവരെ റിമൂവ് ചെയ്യും. ഒബ്വിയസ്ലി റിമൂവ് ചെയ്യും. ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഇതിന് നല്ലൊരു മൊമെൻറ്റം തരണമെന്നുണ്ടെങ്കിൽ ആ ഏരിയയിലുള്ള ബയ്യറിനെ സെല്ലറിനെയും റിമൂവ് ചെയ്യും. ഓക്കെ, എക്സാക്റ്റ് ആ സോണിൽ വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്ന പോലെ കാണിച്ചുകൊണ്ട് ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കുന്ന പോലെ കാണിച്ചു, കണ്ടിന്യൂ താഴത്ത് വരികയാണ് ചെയ്തത്. ഓക്കെ, ഒരു സപ്പോർട്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അവിടെ ആരാണ് വരിക? ഇത്രയും നല്ലൊരു സപ്പോർട്ട് സോണാണ്. ഓക്കെ, മാർക്കറ്റ് ഇത്രയും വട്ടം മാർക്കറ്റ് നിറയെ വട്ടം ആ ഏരിയയിൽ സപ്പോർട്ട് എടുത്തു. ആ സപ്പോർട്ട് ഇവിടെ ബ്രേക്കായി. സപ്പോർട്ട് എടുക്കുന്ന പോലെ കാണിച്ച ബയ്യറിനെ മാർക്കറ്റ് ഔട്ട് ചെയ്യുകയും തിരിച്ച് നേരെ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്ത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, സപ്പോർട്ട് എടുക്കുന്ന പോലെ ഇവിടെ ബയ്യറിനെ കാണിക്കുകയാണ് ചെയ്ത്. എന്നിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നു. അതിനുശേഷം നേരെ കണ്ടിന്യൂ താഴത്തോട്ട് പോയില്ല. ഓക്കെ, അവിടെ ലിക്വിഡിറ്റി ക്രിയേഷനാണ് നടക്കുന്നത്. ഓക്കെ, സെല്ലേഴ്സ് ഇവിടെ നിന്ന് വന്നു. സെല്ലേഴ്സ് ഇവിടെ ഇത്രയും നല്ല സ്ട്രെങ്ത് ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് കുറച്ച് സ്ട്രെങ്ത് കുറഞ്ഞു, ഇവിടെ കുറച്ച് സ്ട്രെങ്ത് കുറഞ്ഞു. അപ്പോൾ ഇതെന്താണ്, ഈ ഏരിയയിലെല്ലാം ഫുള്ള് വന്നിരിക്കുന്നത് റീറ്റെയിൽ ആയിട്ടുള്ള സെല്ലേഴ്സാണ്. ഓക്കെ, റീറ്റെയിലായിട്ട് സെല്ലേഴ്സാണ് ഈ ഏരിയ നിറയെ സെല്ല് ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാർക്കറ്റ് എപ്പോൾ റീറ്റെയിലർ ചിന്തിക്കുന്നോ ഇനി സെല്ലിങ്ങിലെ മാർക്കറ്റ് നടക്കുകയുള്ളൂ എന്ന് വിചാരിക്കുന്നു, ആ സമയത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യത കൂടുതലാണ്. സോ അതിനൊപ്പം തന്നെ വേറൊരു ട്രെൻഡ് ലൈനും വരുന്നുണ്ട്. ഓക്കെ, ആ ട്രെൻഡ് ലൈൻസ് എല്ലാം നിങ്ങൾ മാർക്ക് ചെയ്യണം. മാർക്കറ്റ് കണ്ടിന്യൂ ഇവിടെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു. ഇവിടെ റെസിസ്റ്റൻസ് ഇവിടെയും റെസിസ്റ്റൻസ് എടുക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. പ്ലസ് ഈ സോണിൻ്റെ ബ്രേക്കൗട്ട് മുകളിലോട്ടാണ് തരുന്നതെങ്കിൽ, പ്ലസ് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് തന്നാൽ മേ ബി വീക്കായിട്ടുള്ള ബയ്യേഴ്സിനെ റിമൂവ് ചെയ്യാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് എടുക്കുക. എനിക്ക് പ്രത്യേകിച്ചൊരു വ്യൂ എനിക്കിപ്പം തരാനായിട്ടില്ല. ഈ ട്രാപ്പിങ്ങിൻ്റെ 1-2 ട്രാപ്പിംഗ് ഇങ്ങനെ മാർക്കറ്റ് നടത്താൻ സാധ്യതയുണ്ട്, അത് മാത്രം ഞാൻ പറഞ്ഞുള്ളൂ. ഒരു സ്റ്റിൽ ഇപ്പോഴും വ്യൂ ബിയറിഷ് തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ വ്യൂ ചേഞ്ച് ആകണമെന്നുണ്ട്, ബുള്ളിഷ് എനിക്ക് വ്യൂ ചേഞ്ച് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിബ് യൂസ് ചെയ്യുക. ഫിബിൻ്റെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിരവധി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫിബ് യൂസ് ചെയ്യാനായിട്ട് കണ്ടിന്യൂ മാർക്കറ്റ് ഇവിടെ നിന്ന് വന്നത്, ഇവിടെ നിന്ന് ഫിബ് യൂസ് ചെയ്യുക. ഇതുണ്ട്, ഈ ഏരിയയിൽ നിന്ന് ഇതിനെ കണക്ട് ചെയ്യുക, ഈ ഹൈറ്റും ഈ ലോ മാർക്ക് ചെയ്യുക. ഇതിനെ 50% വന്ന് മാർക്കറ്റ് ടൈം പാസ് ചെയ്യുകയാണെങ്കിൽ, അതായത് 40,500. ഓക്കെ, 40,500 വന്ന് മാർക്കറ്റ് ടൈം പാസ് ചെയ്യണമെങ്കിൽ, കണ്ടിന്യൂ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാം. ഈ ഏരിയയിൽ സെല്ലേഴ്സ് കുറഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മാർക്കറ്റ് കണ്ടിന്യൂ ഒരു ഫോൾ വന്നതിന് ശേഷം 21ൻ്റെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കൂടി ഉണ്ടാക്കിയാണ് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഉണ്ടാക്കിയാണ് കണ്ടിന്യൂ റീറ്റെയിലർ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. സോ അതിനുശേഷം കണ്ടിന്യൂ വന്നു, നിറയെ സെല്ലേഴ്സ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. സോ നിറയെ ഈ വന്ന റീറ്റെയിലർ സെല്ലേഴ്സിൻ്റെ SL മുകളിലുണ്ട്. സോ മുകളിലോട്ടും പോകാൻ സാധ്യത കൂടുതലാണ്. ഫസ്റ്റ് മാർക്കറ്റിൽ സെല്ലേഴ്സിനെയാണ് ട്രാപ്പ് ചെയ്യുന്നതെങ്കിൽ സെല്ലേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയെങ്കിൽ മാത്രം എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പം ഈ ഒരു വീക്ക് കണ്ടിന്യൂ താഴ്ത്തായിരുന്നു. ഇനി കുറച്ച് ദിവസം കൺസോൾട്ടേഷൻ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് മാർക്കറ്റിനകത്ത്.
ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ നിങ്ങളോട് എൻ്റെ പെയ്ഡ് കോഴ്സ് വാങ്ങാൻ അങ്ങനെയുള്ള ഒന്നും പറയത്തില്ല. എന്നിൽ നിന്ന് ഒരു ടിപ്സും പ്രതീക്ഷിക്കേണ്ട. ഞാൻ അങ്ങനെ ടിപ്സ് കൊടുക്കുന്ന ഒരാളുമല്ല. എൻ്റെ എക്സ്പീരിയൻസ് മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലും നല്ല വീഡിയോസ് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. നിറയെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.